ബഹുമാനാദരവുള്ള അധ്യക്ഷൻ തങ്ങളവറുകളെ, ആദരണീയരായ ഉസ്താദ് ഹംസ് മുസ്ലിയാർ അവറുകൾ, ബഹുമാന്യരായ ധാർമി ഉസ്താദ്, ബഹുമാനപ്പെട്ട സയ്യിദന്മാർ, നേതാക്കൾ, എൻ്റെ ആദരവുള്ള ഉസ്താദുമാരെ, സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനം സുപ്രഭാതത്തിൻ്റെ 12ാമത് ക്യാമ്പയിൻ, വരിക്കാരെ ചേർക്കൽ ക്യാമ്പയിൻ ഈ മാസം, അടുത്ത മാസം ഓഗസ്റ്റ് 1 മുതൽ 15 കൂടിയ 2 ആഴ്ചക്കാലം നമ്മൾ ആചരിക്കുകയാണ്. അതിന് മുന്നോടിയായി സമസ്ത ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ജില്ലാതല ക്യാമ്പയിൻ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും അതിൻ്റെ ക്യാമ്പയിൻ നടന്നു കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. മലപ്പുറത്തും കഴിഞ്ഞ ദിവസം വെസ്റ്റിൽ അതിൻ്റെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുണ്ടായി. സുപ്രഭാതത്തെ കൂടുതലായി പരിചയപ്പെടുത്തേണ്ടവരല്ല എൻ്റെ മുമ്പിലിരിക്കുന്ന ആദരണീയരായ ഉസ്താദുമാർ. സമസ്ത ജമിയത്തുൽ ഉലമയുടെ ആഭിമുഖ്യത്തിൽ തുടക്കം കുറിച്ച 2014 സെപ്റ്റംബർ 1 തുടക്കം കുറിച്ച നമ്മുടെ പ്രിയപ്പെട്ട പത്രം വിജയകരമായി 11 ആണ്ട് പൂർത്തിയാക്കി 12ാമത്തെ ക്യാമ്പയിനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മലയാള മാധ്യമരംഗത്ത് പരിമിതമായ സമയം കൊണ്ട് ശ്രദ്ധേയമായ സാന്നിധ്യം അറിയിച്ച നമ്മുടെ പ്രിയപ്പെട്ട സുപ്രഭാതം 12ലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കേറെ അഭിമാനമുണ്ട്. മലയാള മാധ്യമ രംഗത്ത് പരിമിതമായ സമയം കൊണ്ട് ശ്രദ്ധേയമായ സാന്നിധ്യമാകാൻ നമ്മുടെ പത്രത്തിന് സാധ്യമായി എന്നത് നമ്മുടെ മുമ്പിലുള്ള അനുഭവ യാഥാർത്ഥ്യമാണ്. നിരവധി പത്രങ്ങളുള്ള മാധ്യമ ലോകത്തേക്കാണ് സുപ്രഭാതം പറന്നു വീണത്. മുസ്ലിം പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ അന്ന് 5 പത്രങ്ങൾ പുറത്തിറങ്ങുന്നുണ്ടായിരുന്നു. 6ാമത്തെ പത്രമായിക്കൊണ്ടാണ് സുപ്രഭാതം 2014 സെപ്റ്റംബർ 1 ബഹുമാന്യനായ കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പിറവിയെടുക്കുന്നത്. നമ്മുടെ പത്രം പിറവിയെടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ കൃത്യമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഇതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയാവുന്ന സമസ്ത ജമിയത്തുൽ ഉലമക്കുണ്ടായിരുന്നു. സുപ്രഭാതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പത്രം എന്ന അർത്ഥത്തിലല്ല നമ്മളതിനെ കാണുന്നത്. നമ്മുടെ ആശയങ്ങളും ആദർശങ്ങളും സമൂഹത്തിന് മുമ്പിലേക്ക് സമർപ്പിക്കാനുള്ള ഒരായുധം എന്ന നിലക്കാണ് സുപ്രഭാതത്തെ നമ്മുടെ ആദരണീയരായ ഉസ്താദുമാർ വിഭാവനം ചെയ്തത്. സമസ്ത ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്ന സന്ദർഭം, അന്ന് നമ്മുടെ മുഖപത്രമായി കൊണ്ട് പുറത്തിറങ്ങിയത് 1ാമത്തെ പത്രം അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് മാഗസിൻ എന്ന് നമുക്ക് പറയാവുന്നത് അൽബയാൻ എന്ന് പറയുന്ന പത്രമായിരുന്നു. സമസ്ത ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നത് 1926 ആ 1926 സമസ്ത രൂപീകരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നേരത്തെ ബഹുമാന്യനായ സയ്യിദ് അവറുകൾ അടിവരയിട്ടുകൊണ്ട് സൂചിപ്പിച്ച കാര്യം, സുന്നത്ത് ജമാഅത്ത്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്, അതാണ് യഥാർത്ഥ സത്യദീൻ. ആ സത്യദീനിൽ
വക്താക്കൾ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ സമുദായത്തിനകത്ത് ശൈഥില്യത്തിൻ്റെ, ഫിത്നയുടെ, ഫസാദിൻ്റെ, അനൈക്യത്തിൻ്റെ വിത്തുമായി കടന്നു വന്ന ബിദ്അത്തിൻ്റെ ഒന്നാമത്തെ കക്ഷിയായ വഹാബി പ്രസ്ഥാനം രൂപപ്പെടുന്ന സന്ദർഭത്തിലാണല്ലോ ഒരനിവാര്യതയുടെ സൃഷ്ടിയായിക്കൊണ്ട് 100 ആണ്ട് പൂർത്തിയാകാൻ പോകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് രൂപം കൊടുക്കുന്നത്. ആ സമസ്ത രൂപീകരിക്കപ്പെടുന്ന സന്ദർഭം ബിദ്അത്തിൻ്റെ കക്ഷികൾ അവരുടെ ആശയ ആദർശ പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്ന പ്രധാനപ്പെട്ട ഒരു മാധ്യമമായിരുന്നു പ്രസിദ്ധീകരണങ്ങൾ എന്നത്. പ്രഭാഷണ രംഗത്തും മറ്റു മേഖലയിലൊക്കെ അവരുടെ സജീവമായ സാന്നിധ്യം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അവരുടെ ആശയ പ്രചരണത്തിന് വേണ്ടി അവരേറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയത് പ്രസിദ്ധീകരണങ്ങളെയായിരുന്നു. വഹാബി പ്രസ്ഥാനം രൂപപ്പെടുന്ന 1920-കളിൽ ആദ്യമായിക്കൊണ്ട് അവർ പ്രസിദ്ധീകരണ രംഗത്തേക്ക് കടന്നു വരുന്നത്, വഹാബി പ്രസ്ഥാനം കടന്നു വരുന്നത് 1921-ൽ അൽ മനാർ എന്ന് പറയുന്ന പ്രസിദ്ധീകരണവുമായി മുന്നോട്ട് വന്നുകൊണ്ടാണ്. 1921-ൽ അൽ മനാർ രൂപപ്പെടുന്നു. 1923-ൽ അൽ മുർഷിദ് എന്ന പേരിലും ഐക്യസംഘം എന്ന പേരിലും അവരുടെ പ്രസിദ്ധീകരണം കടന്നു വരുന്നു. 1925-ൽ അൽ ഇസ്ലാഹ് എന്ന പേരിൽ അവരുടെ പ്രസിദ്ധീകരണം കടന്നു വരുന്നു. ഒരു ഭാഗത്ത് പ്രസംഗം, ഒരു ഭാഗത്ത് സമ്പത്ത്, കുരുട്ട്, കുബുദ്ധി തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം അവരുടെ ആശയ പ്രചരണം നടത്തിയിരുന്നത്. അതിനേറ്റവും കൂടുതൽ കരുത്ത് പകർന്നത് അവരുടെ പ്രസിദ്ധീകരണങ്ങളായിരുന്നു. നമുക്കറിയാം, ഈജിപ്ഷ്യൻ സലഫിസം, സൗദിയൻ വഹാബിസം, ഇവയെല്ലാം വളരെ സമർത്ഥമായി സമുദായത്തിനകത്തേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ആശയ പ്രചരണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ അവർക്ക് ഉപകാരപ്പെട്ടത് അവരുടെ പ്രസിദ്ധീകരണങ്ങളായിരുന്നു, ഈ പറഞ്ഞ പ്രസിദ്ധീകരണങ്ങളായിരുന്നു. ഇത് സമുദായത്തിനകത്ത് വലിയ വിപത്തുണ്ടാക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് അന്നത്തെ സമസ്തയുടെ ആദരണീയരായ ഉസ്താദുമാർ, നമ്മുടെ മശായിഖന്മാർ ഇതിനെ പ്രതിരോധിക്കണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1929-ൽ ചെമ്മൻകുടിയിൽ ചേർന്ന, വല്ലപ്പുഴയിലെ ചെമ്മൻകുടിയിൽ ചേർന്ന സമസ്തയുടെ 3ാമത് വാർഷിക സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അൽ ബയാൻ എന്ന് പറയുന്ന പത്രം പുറത്തിറക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. 3ാമത് വാർഷിക സമ്മേളനം നടക്കുന്നത് 1929 ജനുവരി മാസത്തിലാണ്. അവരവർ ഗൗരവപൂർവ്വം ഈ കാര്യം ചർച്ച ചെയ്യുകയുണ്ടായി. അതിൻ്റെ അനന്തരഫലമായിക്കൊണ്ട് 1929 ആ കൊല്ലം തന്നെ ഡിസംബറിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദ്യത്തെ മുഖപത്രം പുറത്തിറങ്ങിയാണ്. അത് അറബി മലയാളത്തിലായിരുന്നു. അതിൻ്റെ പ്രഥമ എഡിറ്റർ വാളക്കുളം ഉസ്താദ് അവറുകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യമായിക്കൊണ്ട് 1929-ൽ അൽ ബയാൻ എന്ന് പറയുന്ന പത്രം പുറത്തിറങ്ങുന്നത്. ആ പത്രം പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെ ആമുഖത്തിൽ തന്നെ എന്തിനു വേണ്ടിയാണ് അൽ ബയാൻ എന്ന് പറയുന്ന പത്രം പുറത്തിറക്കുന്നത്, അതിൻ്റെ താല്പര്യം എന്ത് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള ആമുഖമായ അതിൻ്റെ പ്രൊഫൈസിൽ തന്നെ 1ാമത്തെ പേജിൽ എന്തിനു വേണ്ടിയാണ് ഈ പത്രം പുറത്തിറങ്ങുന്നത് എന്നതിനെക്കുറിച്ച് കൊണ്ട് വളരെ വിശദമായി പരാമർശിക്കപ്പെടുന്നുണ്ട്. അതിലവർ പറയുന്നത്, വിശ്വാസരംഗത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വികലത, അതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ സജീവമായി മുസ്ലിം സമുദായത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അവർ ഇക്കാലം അത്രയും പ്രസംഗ മേഖലയായിരുന്നു ഉപയോഗപ്പെടുത്തിയിരുന്നതെങ്കിൽ അവർ 2ാമതൊരായുധം കൂടി പുറത്തെടുത്തിരിക്കുന്നു. ഈ വഹാബി ആശയം സമുദായത്തിനകത്തേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് വേണ്ടി അവർ കണ്ടെത്തിയ മാർഗം
പ്രസാധന രംഗത്തേക്ക്, പ്രസിദ്ധീകരണ രംഗത്തേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗൗരവം നമ്മൾ സമുദായം കാണേണ്ടതുണ്ട്. അതിനെ പ്രതിരോധിച്ചേ നിർവാഹമുള്ളൂ എന്ന തിരിച്ചറിവിൻ്റെ ഫലമായിക്കൊണ്ടാണ് അറബി മലയാളത്തിൽ അൽ ബയാൻ എന്ന് പറയുന്ന പത്രം പുറത്തിറങ്ങുന്നത് എന്നാണ് അതിൻ്റെ ആമുഖമായി ഒന്നാമത്തെ പ്രൊഫൈസ് പേജിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പത്രം പുറത്തിറങ്ങി. ലക്ഷ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു. വിശ്വാസ സംരക്ഷണമാണ്. സമുദായത്തിന് തെറ്റായ വിധത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളെ പ്രതിരോധിച്ചുകൊണ്ട് സമുദായ അംഗങ്ങളുടെ വിശ്വാസവും ആദർശവും സംരക്ഷിക്കപ്പെടുക, അതാണ് മുഖ്യ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് അൽ ബയാൻ എന്ന് പറയുന്ന ഒന്നാമത്തെ പത്രത്തിൻ്റെ ഒന്നാമത്തെ ലക്കം പുറത്തിറങ്ങുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം 5 ലക്കങ്ങൾ മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ. പിന്നെ അത് നിന്നുപോയി. പത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം വന്നു. അതിൻ്റെ മുഖപ്രസംഗത്തിൽ തന്നെ ഇതിൻ്റെ ആവശ്യകത വിശദമായി പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പത്രം നിന്നുപോയി. ഒരു 5 ലക്കത്തോടുകൂടി അൽ ബയാൻ പത്രം നിൽക്കുന്നൊരു സാഹചര്യം വന്നു. അത് കഴിഞ്ഞ് പിന്നീട് പത്രം വരുന്നത് 1930-കളിലാണ്, 1950-കളിലാണ്. 10-20 കൊല്ലക്കാലത്തോളം ആ പത്രം നിലച്ചു പോയൊരു സാഹചര്യം വന്നു. 1950 രണ്ടാമതും അൽ ബയാൻ പത്രം പുറത്തിറങ്ങിയ. അങ്ങനെ ഏകദേശം ഒരു 10 വർഷത്തോളം ആ പത്രം മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നീട് അത് നിന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി. അതിന് ശേഷമാണ് സുന്നി ടൈംസ് എന്ന് പറയുന്ന പത്രം കടന്നു വരുന്നത്. അപ്പോൾ ഈ വന്ന പത്രങ്ങളുടെയൊക്കെ പ്രധാനമായ ലക്ഷ്യം വിശ്വാസ സംരക്ഷണമാണ്. അതിൻ്റെ ഓരോ മുഖപ്രസംഗം എടുത്ത് പരിശോധിച്ചാലും അതിൽ വന്ന ലേഖനങ്ങൾ ഓരോന്നെടുത്ത് പരിശോധിച്ചാലും കൃത്യമായി ഇക്കാര്യം നമുക്ക് ബോധ്യപ്പെടും. വിശ്വാസ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ മലയാള സമൂഹത്തിന് മുമ്പിലേക്ക്, മുസ്ലിം സമുദായത്തിന് മുമ്പിലേക്ക് കടന്നു വന്നത്. അങ്ങനെ നമ്മുടെ കാലം മുന്നോട്ട് പോയി. അൽഹംദുലില്ലാഹ് ഇന്നത് സുപ്രഭാതത്തിലെത്തി നിൽക്കുകയാണ്. വിശ്വാസ സംരക്ഷണമാണ് നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഭരണഘടന സമസ്തയുടെ മുഖപത്രം വരുന്ന സന്ദർഭം അത് കഴിഞ്ഞ് 1936 സമസ്തയുടെ ഭരണഘടന തയ്യാറാക്കപ്പെടുകയുണ്ടായി. ആ ഭരണഘടന എടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത വിശ്വാസ സംരക്ഷണത്തിനാണ് പ്രാധാന്യം കൊടുത്തത് എന്നതാണ്. ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യം നമുക്കറിയാം. ഏതൊരു സംഘടനയാവട്ടെ, പ്രസ്ഥാനമാകട്ടെ, അതിൻ്റെ ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് ഊന്നി നിൽക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അകക്കാമ്പായി കാണുന്നത്, ഒരു ഭരണഘടന തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രാധാന്യം കൊടുത്തത്, വെയിറ്റേജ് കൊടുത്തത് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായിരിക്കും. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഭരണഘടന തയ്യാറാക്കിയപ്പോൾ, സമസ്തയുടെ ഭരണഘടന തയ്യാറാക്കിയപ്പോഴും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എഴുതിയതിലെ പ്രധാനപ്പെട്ട 4-5 കാര്യങ്ങൾ ABCDE എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി ചേർത്ത് നമ്മുടെ പ്രാമാണികരായ ഉസ്താദുമാർ നേരത്തെ പ്രസിദ്ധീകരണം സ്ഥാപിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പ്രാമുഖ്യം കൊടുത്ത അജണ്ടയായി കണ്ടുകൊണ്ടത് എന്താണോ അത് തന്നെയാണ് ഭരണഘടന തയ്യാറാക്കിയപ്പോഴും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ എഴുതി ചേർത്തത്. ആ ഉദ്ദേശ ലക്ഷ്യം, ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യത്തിൽ ഒന്നാമത് പറഞ്ഞത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയപ്രചരണമാണ്, ആദർശ പ്രതിബദ്ധതയാണ്. രണ്ടാമത് പറഞ്ഞത് ബിദ്അത്തിൻ്റെ പ്രതിരോധമാണ്. ബഹുമാനീയനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ പ്രസംഗം നമ്മളിപ്പോൾ കേട്ടു. തങ്ങളുടെ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞതും ഇതുതന്നെയാണ്. സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആശയമാണ്, ആദർശമാണ് പരമപ്രധാനം. പ്രത്യേകിച്ച് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. 1936 സമസ്തയുടെ ഭരണഘടന തയ്യാറാക്കപ്പെടുന്നത്. ആ സമയം നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം വിട്ട് പോകുന്നത് 1947 ശേഷമാണല്ലോ. ആ 1947 നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നത്. ഏറ്റവും കലുഷിതമായ ഒരു അന്തരീക്ഷമായിരുന്നു ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്കറിയാം, ആദ്യമായി വന്ന പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് ആദ്യമായി വന്ന വിദേശി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. അവർ വരുന്നത് 15-ാം നൂറ്റാണ്ടിലാണ്. ആ 15-ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം 19-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ട് വരെയുള്ള ഏകദേശം ഒരു 4-5 നൂറ്റാണ്ട് കാലഘട്ടം എന്ന് പറയുന്നത് വിദേശികളുടെ കാലഘട്ടമാണ്. ആ വിദേശികളുടെ
ബദ്ധശത്രുക്കൾ എന്ന് പറയുന്നത്, മുഖ്യ ശത്രുക്കൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളായിരുന്നു. നമ്മളായിരുന്നു അവരുടെ മുഖ്യ ശത്രുക്കൾ. ആ മുഖ്യ ശത്രുത ഏറ്റവും കൂടിക്കൂടി വന്ന സന്ദർഭമാണ് ഈ പറഞ്ഞ 920 ഒരു 50 വരെയുള്ള ഈ ബ്രിട്ടീഷുകാരുടെ ഈ കാലഘട്ടം. അതിൻ്റെ ക്ലൈമാക്സിൽ എത്തി നിൽക്കുന്ന സമയത്താണ്. ആ സമയത്തിറങ്ങുന്ന നമ്മുടെ പത്രത്തിൻ്റെ ലക്ഷ്യമായിക്കൊണ്ട് ആദരണീയരായ നമ്മുടെ മശായിഖന്മാർ എഴുതി വച്ചത് വിശ്വാസ സംരക്ഷണമാണ് മുഖ്യം എന്നതായിരുന്നു. സമസ്തയുടെ ഭരണഘടന തയ്യാറാക്കിയപ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എഴുതിയപ്പോൾ ഏറ്റവും പ്രധാനമായി വെയിറ്റേജ് കൊടുത്തത്, പ്രയോറിറ്റി കൊടുത്തത് വിശ്വാസ സംരക്ഷണത്തിനാണ്. നമ്മൾ ഓർക്കണം, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം, പ്രത്യേകിച്ചുകൊണ്ട് മലബാറിലൊക്കെ മുസ്ലിങ്ങളെ മുഖ്യ ശത്രുവായി കണ്ട സന്ദർഭം, നേരെ മാപ്പിളമാരുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കുന്ന കാലഘട്ടം, വീട്ടിൽ നിന്നുകൊണ്ട് ബലമായി പിടിച്ചെറുക്കുന്നു, പുരുഷനെ പിടിച്ചിറക്കിയിട്ട് നേരെ നെഞ്ചിലേക്ക് വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം. ആയിരക്കണക്കിന് മലബാറിലെ മുസ്ലിം സഹോദരങ്ങൾ, നമ്മുടെ വല്ലിപ്പമാർ മരിച്ചു വീണ സന്ദർഭം. ആ കാലഘട്ടമാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭഘട്ടം എന്ന് പറയപ്പെടുന്ന ആ സന്ദർഭം. ആ സമയത്തെഴുതിയ ഭരണഘടനയിലെ മുഖ്യ ലക്ഷ്യമായി ചൂണ്ടിക്കാണിച്ചത് ആ വിധവാ സംരക്ഷണമല്ല, യതീം കുട്ടികളെ സംരക്ഷിക്കലല്ല. എത്ര യതീമക്കളുണ്ടായിരുന്നു? ഓരോ വീട്ടിലും 5-6 യതീം കുട്ടികളുണ്ടായിരുന്നു. ഒരുപാട് വിധവകളുണ്ടായിരുന്നു. അതിനല്ല നമ്മുടെ സമസ്തയുടെ ഭരണഘടന എഴുതി ചേർത്തപ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പ്രയോറിറ്റി കൊടുത്തത് വിശ്വാസ സംരക്ഷണത്തിനാണ്. ഇത് നമുക്ക് പാഠമാണ്. ഞാനിത് സൂചിപ്പിച്ചത്, സമസ്തയുടെ മുഖപത്രം എടുക്കുമ്പോൾ അതിൻ്റെ മുഖലേഖനം വരുന്നതും എഡിറ്റോറിയൽ പ്രാധാന്യം കൊടുക്കുന്നതും വിശ്വാസ സംരക്ഷണമാണെങ്കിൽ, അതേ സമസ്തയുടെ ഭരണഘടന തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്തത്, 1ഉം 2ഉമായി പറഞ്ഞത് സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസ സംരക്ഷണമാണെങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ് പരമപ്രധാനമായിട്ടുള്ളത്. വിശ്വാസ സംരക്ഷണമാണ് പരമപ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഏത് മേഖലയിലേക്ക് ഇറങ്ങിച്ചെന്നാലും, അത് നമ്മുടെ സമസ്തയുടെ 100ാമത് വാർഷിക സമ്മേളനമാണ് നമ്മൾ ആഘോഷിക്കുന്നതെങ്കിൽ അതുവരെ നമ്മൾ പത്രം ഇറക്കുന്നത്, നമ്മുടെ മറ്റു പ്രവർത്തനങ്ങൾ എല്ലാം നമ്മൾ അതിനേറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ടത് വിശ്വാസ സംരക്ഷണത്തിനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സുപ്രഭാതത്തിൻ്റെ മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നതും നമ്മുടെ വിശ്വാസ സംരക്ഷണമാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കപ്പെടുന്നത്. സമസ്തയുടെ കീഴിലുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും പ്രാധാന്യം കൊടുക്കപ്പെടുന്ന മേഖല ഇത് തന്നെയാണ്, വിശ്വാസ സംരക്ഷണം, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. സുപ്രഭാതത്തിൻ്റെ കഴിഞ്ഞ 12 അല്ലെങ്കിൽ 11 കൊല്ലക്കാലത്തെ ലക്കങ്ങൾ ഓരോന്നെടുത്ത് പരിശോധിച്ചാലും അക്ഷരങ്ങൾക്കിടയിൽ, വാക്കുകൾക്കിടയിൽ ഓരോ ലേഖനത്തിലും നമ്മൾ ഊന്നൽ നൽകുന്നത് വിശ്വാസ സംരക്ഷണത്തിനാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സുപ്രഭാതം എന്ന് പറയുന്നത് ഒരു ന്യൂസ് പേപ്പർ അല്ല, ഒരു ദിനപത്രം എന്ന അർത്ഥത്തിൽ നമ്മൾ അതിനെ കാണാൻ പാടില്ല. ഇതിന് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു ദിനപത്രം എന്ന നിലയ്ക്ക് വാർത്ത വായിക്കുന്ന ഒരു പത്രം എന്നതിനപ്പുറം നമുക്ക് മഹത്തായ ലക്ഷ്യം സുപ്രഭാതത്തിൻ്റെ പിന്നിലുണ്ട്. ഇതിന് രൂപം കൊടുത്ത നമ്മുടെ ആദരണീയരായ ഉസ്താദുമാർ, നേരത്തെ പരാമർശിക്കപ്പെട്ട കോട്ടുമല ബാപ്പു ഉസ്താദ് ഉൾപ്പെടെ, ചെറുശ്ശേരി ഉസ്താദ് ഉൾപ്പെടെ, കാളമ്പാടി ഉസ്താദ് ഉൾപ്പെടെ, അവരൊക്കെ പ്രാമുഖ്യം കൊടുത്ത ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണ് നമ്മുടെ അടിസ്ഥാനപരമായ താല്പര്യം. എന്തിനാണ് സുപ്രഭാതം എന്ന് ചോദിച്ചാൽ, സുപ്രഭാതത്തിനെ കുറിച്ചുകൊണ്ട് ആലോചന നടന്നപ്പോൾ നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞ 3 പോയിന്റുകളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊരു ദിനപത്രമല്ല, ന്യൂസ് പേപ്പർ അല്ല, ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു ആയുധമാണ്. ആ അർത്ഥത്തിൽ 3 പ്രധാന ലക്ഷ്യം സുപ്രഭാതത്തിനുണ്ട്. 1, നമുക്കൊരു വലിയ വൃത്തം വരക്കാം, വലിയൊരു വൃത്തം. ആ വലിയ വൃത്തത്തിൽ ഇസ്ലാമിക സമൂഹം എന്ന വിശാല അർത്ഥം നമുക്കുണ്ട്. വലിയ വൃത്തത്തിൽ കാനേഷുമാരി മുസ്ലിം ഉൾപ്പെടെ ഒരു മുസ്ലിം ആയതിൻ്റെ പേരിൽ നമ്മൾ നേരിടുന്ന ആവശ്യങ്ങളും അവകാശങ്ങളും, നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള പോരാട്ടത്തിലെ
ഒന്നാമത്തെ ആയുധമാണ് വലിയ വൃത്തത്തിലുള്ള ഇസ്ലാമിക സമൂഹമെന്ന വലിയ വൃത്തം, വിശ്വാസി സമൂഹമെന്ന വലിയ വൃത്തം. അതിലെല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും മുസ്ലിം ആയതിൻ്റെ പേരിൽ നമ്മൾ നേരിടുന്ന അവകാശാധികാരങ്ങൾ ചോദിച്ചു വാങ്ങുകയും സമുദായത്തിന് നേരെ വരുന്ന ഏതു നീക്കത്തെയും പ്രതിരോധിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഒന്നാമത്തെ വൃത്തം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമതൊരു വൃത്തമുണ്ട്. ആ വൃത്തം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണ്. സുന്നത്ത് ജമാഅത്താണ് ഹഖായ പാത, അത് മാത്രമാണ് സത്യപാത. ആ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും സമൂഹത്തിന് മുമ്പിലേക്ക് സമർപ്പിക്കുക എന്നതാണ് രണ്ടാമത്തെ വൃത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് മറ്റൊരു വൃത്തമുണ്ട്. ആ വൃത്തം എന്ന് പറയുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഈ 3 ലക്ഷ്യങ്ങളാണ് നമ്മുടെ സുപ്രഭാതം കൊണ്ട് നമ്മുടെ സ്ഥാപിക്കുന്ന സമയത്ത് നമ്മുടെ ആദരണീയരായ ഉസ്താദുമാർ പറഞ്ഞു. ഒന്ന്, സമുദായം എന്ന നിലക്ക് നമ്മുടെ അവകാശ അധികാരങ്ങൾ ചോദിച്ചു വാങ്ങുകയും ആവശ്യമായ സമയത്തിൽ പ്രതിരോധത്തിൻ്റെ കോട്ട തീർത്തുകൊണ്ട് സമുദായത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് എന്നതാണ് ഒന്നാമത്തെ വൃത്തം. രണ്ടാമത്തെ വൃത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. സുന്നത്ത് ജമാഅത്താണ് സത്യപാത, അത് സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ആ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയവും ആദർശവും സമൂഹത്തിന് സമർപ്പിക്കുക. മൂന്നാമത്തേത് സമസ്ത എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടനാ സംവിധാനത്തിൻ്റെ ആശയവും ആദർശവും അതിന് നേരെ വരുന്ന നീക്കങ്ങളെയും പ്രതിരോധിക്കുക. ആ അർത്ഥത്തിൽ നമുക്കറിയാം ഇപ്പോൾ ഉണ്ടാകുന്ന ഓരോ സംഭവം, ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല, നമുക്ക് ഒരുപാട് സമയബന്ധിതമായ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നിങ്ങൾ, അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ 3 ലക്ഷ്യം നമുക്കുണ്ട്. സമുദായത്തിന് നേരെ വരുന്ന പ്രശ്നങ്ങൾ, ഇപ്പം നമ്മുടെ സമയമാറ്റം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന സമയമാണ്. പ്രത്യേകിച്ച് നമ്മളെ ഈ വേദിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് സമയമാറ്റം. നമ്മുടെ സ്കൂളിൻ്റെ സമയമാറ്റം നമ്മുടെ സമുദായത്തിന് നേരെ, നമുക്ക് നേരെ, പ്രത്യേകിച്ചുകൊണ്ട് നമ്മുടെ മതവിദ്യാഭ്യാസത്തിന് നേരെയുള്ള വലിയൊരു കടന്നുകയറ്റമായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ സമയമാറ്റ വിഷയത്തിൽ ഏറ്റവും ലേറ്റസ്റ്റായ ഒരു കാര്യം ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. സമുദായത്തിന് നേരെ വരുന്ന ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ശക്തമായി പ്രതിരോധത്തിൻ്റെ കോട്ട തീർക്കുന്നത് ഇന്ന് ഏക പത്രം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത് സുപ്രഭാത. ഏറ്റവും ലേറ്റസ്റ്റായ വിഷയം പറയുന്നത്. ഇന്നലെ പോലും ചാനലിൽ, പ്രമുഖമായ ഒരു ചാനൽ, വലിയൊരു ചർച്ച വന്നു. ഇന്നലത്തെ സുപ്രഭാതത്തിൻ്റെ വാർത്ത വെച്ചുകൊണ്ട്, ലേഖനം വെച്ചുകൊണ്ട്, എഡിറ്റോറിയൽ വെച്ചുകൊണ്ട് ഒരു ചർച്ചയാണ്. നിങ്ങളൊക്കെ കണ്ടു കാണും. എന്താ അതിൽ പറഞ്ഞ് 2-3 ദിവസമായി തുടർച്ചയായി സമയമാറ്റ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് സുപ്രഭാതം മുന്നോട്ട് പോകുന്നത് എന്ന് ഇന്നലത്തെ ഒരു ചാനലിലെ വാർത്ത ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുക. ഇതുപോലത്തെ വിഷയമുണ്ട്. സുംബ വിഷയം. നമ്മുടെ സ്കൂളുകളിൽ സുംബ വിഷയം നടപ്പിലാക്കാനുള്ള ശ്രമം നടന്നു. മലയാളത്തിലെ ഒരേ ഒരു പത്രം മാത്രമേ അതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. സുംബ വിഷയത്തിൽ കടുത്ത നിലപാടെടുത്തുകൊണ്ട് സമുദായത്തിന് അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിച്ച നമ്മുടെ കയ്യിലുള്ള ആയുധമാണ് സുപ്രഭാതം. സമയമാറ്റ വിഷയത്തിൽ നിലപാടെടുത്ത സുപ്രഭാതം. അതുപോലെ സമുദായത്തിന് നേരെ വരുന്ന ഓരോ അറ്റാക്കുകളെയും, സമുദായത്തിന് നേരെ വരുന്ന ഓരോ നീക്കങ്ങളെയും, എതിരായി വരുന്ന ഏതു നീക്കത്തെയും പ്രതിരോധിക്കുക എന്നതാണ് സുപ്രഭാതം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതാ ഞാൻ പറഞ്ഞത്, സുപ്രഭാതം എന്ന് പറയുന്നത് നോട്ട് എ ന്യൂസ് പേപ്പർ. ഇതൊരു ന്യൂസ് പേപ്പർ അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം, ഇതിൻ്റെ ഉടമകളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലുള്ള ഒരു ആയുധം എന്ന നിലക്കാണ് സുപ്രഭാതത്തെ നമ്മൾ കാണേണ്ടത്. ഇതൊരു വെപ്പണാണ്. ആയുധം നമുക്കറിയാം. ആയുധം എന്ന് പറയുമ്പോൾ നമ്മൾ പരിച ഒരായുധമാണ്. പരിച ഒരായുധമാണ്. അതെപ്പോഴാ? ഇങ്ങോട്ട് അറ്റാക്ക് വരുമ്പോൾ നമ്മൾ പ്രതിരോധിക്കാൻ ഉപയോഗിക്കും പരിച. ഇങ്ങോട്ട് അറ്റാക്ക് വരുമ്പോൾ, എന്നാൽ നമ്മുടെ കയ്യിലുള്ള ആയുധമാണ് കുന്തം. കുന്തം എന്തിനു വേണ്ടിയാ? അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനാണ്. ചില സമയത്ത് നമുക്ക് അങ്ങോട്ട് ആക്രമിക്കേണ്ടി വരും, അറ്റാക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരേ സമയത്ത് പരിചയുടെയും കുന്തത്തിൻ്റെയും തടുക്കാൻ വേണം, അറ്റാക്ക് ചെയ്യാൻ അങ്ങോട്ട് വേണം. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞ. ഏറ്റവും ലേറ്റസ്റ്റായ ഇന്നത്തെ പത്രം എടുത്ത് പരിശോധിച്ചാൽ പോലും സമയമാറ്റത്തിൽ നമ്മളെടുത്ത നിലപാട് പറയാൻ മറ്റൊരു പത്രത്തെയും നമ്മൾ കണ്ടിട്ടില്ല. എന്തുകൊണ്ട്? ദീനിൻ്റെ വിഷയം പറയേണ്ടത് നമ്മളാണ്. അത് ബാധിക്കാൻ പോകുന്നത് ദീനിനെയാണ്, നമ്മുടെ മദ്രസ സംവിധാനത്തെയാണ് ബാധിക്കാൻ പോകുന്നത്.
നമ്മുടെ സ്കൂളുകളിൽ പോയി നമ്മുടെ കുട്ടികൾ പാശ്ചാത്യ സംസ്കാരം പഠിച്ച് സുംബ ഡാൻസിൻ്റെ അടിമകളായിക്കൊണ്ട് തിരിച്ചു വന്നാൽ അതിൻ്റെ ദുരന്തം ഏൽക്കാൻ പോകുന്നത് നമ്മുടെ മതകീയമായ മേഖലക്കാണ്. അതുകൊണ്ട് നമുക്ക് കൃത്യമായി ലക്ഷ്യമുണ്ട്. പൊതുവേദിയിൽ നമ്മൾ എന്താ പറയുക, ഇത് പൊതുപത്രമാണ്, എല്ലാ സംഗതി ശരിയാ, പൊതുപത്രമാണ്. എന്തിനാ നമ്മൾ പൊതുപത്രാക്കിയത്? അതിലും ഒരു തന്ത്രമുണ്ട് നമ്മുടെ മുമ്പിൽ. ആദരണീയനായ ബാപ്പു മുസ്ലിയാർ അന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. പൊതുപത്രമായാലേ നമ്മുടെ ഈ ആശയം എല്ലാവരുടെയും ഭാഗത്തേക്ക് എത്തുള്ളൂ. ഇത് ഏതെങ്കിലും ഒരു സംഘടനയുടെ പത്രം മാത്രമായാൽ ആ സംഘടനക്കാരായ ആളുകൾ മാത്രമേ ഇത് വാങ്ങുകയുള്ളൂ. മറ്റു മതക്കാരായ ആൾ ഇത് വാങ്ങൂല, മറ്റു രാഷ്ട്രീയക്കാരായ ആളുകൾ ഇത് വാങ്ങൂല. എല്ലാ വിഭാഗം ആളുകളിലേക്കും നമ്മുടെ മെസ്സേജ് എത്തണമെങ്കിൽ എന്ത് വേണം? എല്ലാവരുടെയും വാർത്ത നമ്മുടെ മൊത്തത്തിൽ വേണം, എല്ലാ ആളുകൾക്കും ഇതിൽ ആക്സസ് വേണം. അതുകൊണ്ടാണ് പൊതുപത്രം എന്ന താല്പര്യം നമ്മൾ വെച്ചത്. പക്ഷേ അക്ഷരങ്ങൾക്കിടയിൽ, വാക്കുകൾക്കിടയിൽ, ലേഖനങ്ങളിൽ വളരെ സമർത്ഥമായി നമ്മുടെ ഈ ലക്ഷ്യം വളരെ സമർത്ഥമായി നമ്മൾ സമർപ്പിക്കപ്പെടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കാര്യങ്ങൾ നമ്മൾ പറയും, എല്ലാ വിഭാഗം ആളുകളും ഇത് വായിക്കണം. അതുകൊണ്ടാണ് സുപ്രഭാതത്തിന് ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ വായിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് പ്രമുഖരായ ആളുകൾ പലരും വിളിച്ച് അഭിനന്ദിക്കാറുണ്ട് നമ്മുടെ വാർത്തയും നമ്മുടെ ലേഖനങ്ങളും ഒക്കെ വായിച്ചുകൊണ്ട്. എന്തുകൊണ്ട്? അവർക്ക് കൂടി ആക്സസ് ഉണ്ട്. പക്ഷേ നമ്മുടെ പിന്നിൽ താല്പര്യമുണ്ട്, ഉദ്ദേശമുണ്ട്. ഇതിൻ്റെ ഉടമകളായ നമ്മളിത് മനസ്സിലാക്കണം. നമുക്ക് മഹത്തായ ഈ 3 ലക്ഷ്യങ്ങളുണ്ട്. ഈ 3 തൂണിലാണ് സുപ്രഭാതം സ്ഥാപിക്കപ്പെട്ടത്. ഈ 3 തൂണിലാണ് ഈ സുപ്രഭാതത്തെ നമ്മൾ സ്ഥാപിക്കപ്പെട്ടത്. 1 സമുദായം, 2 സുന്നത്ത് ജമാഅത്ത്, 3 സമസ്ത. പുറത്ത് നമ്മൾ പ്രസംഗിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വേറെ ശൈലിയിലാണ് പറയും, ഇത് പൊതുപത്രം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മുടെ മുഖ്യമായ ലക്ഷ്യമാണ്. അതല്ലേ സമസ്തക്ക് പത്രം നടത്തുന്നതിൻ്റെ പിന്നിൽ പ്രത്യേകമായ ലക്ഷ്യമുണ്ട്, ഉദ്ദേശമുണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ പത്രം നടത്തുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്മാരെ, നിങ്ങളാണ് ഇതിൻ്റെ ഉടമകൾ, നിങ്ങളാണ് ഇതിൻ്റെ ഉടമകൾ. ഞാൻ ഓർത്തു പോകുന്നു, ഇതിൻ്റെ ചർച്ച നടക്കുന്ന സമയം, പത്രം ഇറങ്ങാൻ പോകുന്ന സമയത്ത് ചർച്ച നടക്കുന്ന സമയം, ആ സമയത്ത് എങ്ങനെ ഇത് എത്തിക്കും, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതെങ്ങനെ എത്തിക്കും, ഏത് സംവിധാനം നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് കൊണ്ട് ചർച്ച നടക്കുന്ന സമയത്ത് ആദരണീയരായ ഉസ്താദ്മാർ ഒറ്റയടിക്ക് പറഞ്ഞ വിഭാഗം എന്ന് പറയുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന ഉസ്താദ്മാരാണ്. എങ്ങനെ നമ്മളിത് എത്തിക്കുമെന്ന് ചർച്ച. കാരണം ഇതുപോലൊരു നെറ്റ്വർക്ക് 14 സംഘടനകൾ സമസ്തക്കുണ്ടെങ്കിലും ഘടകങ്ങളുണ്ടെങ്കിലും ഇതുപോലെ നെറ്റ്വർക്കുള്ളൊരു സംവിധാനം വേറെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലോ. ശരീരത്തിലെ ഞരമ്പ് പോലെയാണ്, നമ്മുടെ ശരീരത്തിലെ ഞരമ്പ് പോലെയാണ്. ഞരമ്പ് എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. ഈ ഞരമ്പില്ലെങ്കിൽ അവസ്ഥ എന്താ? ഇത് ആത്മീയതയുടെ ഞരമ്പാണ്, ഇത് ആത്മീയതയുടെ ഞരമ്പാണ്. ആ ആത്മീയത ഞരമ്പ് എന്ന് പറയാവുന്നത് നമ്മുടെ ഉസ്താദ്മാരാണ്. അട്ടപ്പാടി പോയാൽ, അട്ടപ്പാടി മലമുകളിൽ പോയാൽ അവിടെ ഉണ്ടാവും മദ്രസ, അവിടെ ഉണ്ടാവും മദ്രസ. മലയാളികൾ എവിടെയുണ്ടോ അവിടെ കണ്ട്. ലക്ഷദ്വീപ് പോയാൽ അവിടെയും മദ്രസയുണ്ട്. അന്തമാൻ ദ്വീപിൽ പോയാൽ അവിടെയുണ്ട് മദ്രസ. ദുബൈയിൽ പോയാൽ അവിടെയുണ്ട് മദ്രസ. മലേഷ്യയിൽ പോയാൽ അവിടെയുണ്ട് മദ്രസ. ലണ്ടനിൽ പോയാൽ അവിടെയുണ്ട് മദ്രസ. UK പോയാൽ അവിടെയുണ്ട് മദ്രസ. മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഈ നെറ്റ്വർക്ക് ഉണ്ട്, അവിടെയൊക്കെ ഈ ഞരമ്പുകളുണ്ട്. സമുദായത്തിൻ്റെ ആത്മീയ ഞരമ്പുകളാണ്. രക്തമോടുന്ന നമ്മുടെ ശരീരം എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ അതിന് കൃത്യമായി രക്തമോടണം. ആ രക്തമോടുന്ന ഞരമ്പുകളാണ് നമ്മുടെ ഉസ്താദ്മാർ, നമ്മുടെ ജമിയത്തുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന ഈ നെറ്റ്വർക്ക് സംവിധാനം. ഇതിന് തുല്യമായി മറ്റൊന്നുമില്ല. അതുകൊണ്ട് ആ ഉസ്താദ്മാർ വളരെ കൃത്യമായി പറഞ്ഞു, ഇതിൻ്റെ ഔദ്യോഗിക ഏജൻസി, നോഡൽ ഏജൻസി എന്ന് പറയുന്നത് അത് ജമിയത്തുൽ മുഅല്ലിമീൻ ആകണം, ആദരണീയരായ ഉസ്താദ്മാരാകണം. അതുകൊണ്ടല്ലേ സുപ്രഭാതം ഇറങ്ങിയപ്പോൾ പലരും ഞെട്ടിപ്പോയത്. പത്രം ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, 4-5 മുസ്ലിം പത്രം ഉണ്ട് അന്ന് ഇറങ്ങുമ്പോൾ. മുസ്ലിം പത്രങ്ങൾ 5 എണ്ണം ഉണ്ട്. 6ാമതായിട്ട് ആ സുപ്രഭാതം വരുന്നത്. അതിൽ 2 പത്രം ഇടക്കാലത്ത് മരിച്ചുപോയി. വർത്തമാനവും, വഹാബികളുടെ വർത്തമാനവും NDFൻ്റെ തേജസ്സും ഇല്ലാതായിപ്പോയി. എങ്കിൽ തന്നെയും സുപ്രഭാതം ഇറങ്ങുന്ന സമയത്ത് ഈ 5 പത്രമുണ്ട്. മുസ്ലിം പത്രങ്ങളൊക്കെ എങ്ങനെയെങ്കിലും പരിക്കേൽക്കുമെന്ന് കരുതിയിട്ട് പരിക്കേൽക്കാതിരിക്കാനുള്ള ചെറിയ ശ്രമങ്ങളൊക്കെ നടത്തി. മാധ്യമം 900 റുപ്യക്കൊക്കെ പത്രം കൊടുത്തു, ഒരു കൊല്ലത്തെ പത്രം. അത് ഇബ്ലീസിൻ്റെ പണിയെടുക്കാൻ വേണ്ടിയാണ്. എല്ലാവർക്കും കൊടുത്തില്ല. ചില മാലിൽ ചെന്നിട്ട് 1-2 ആളുകൾക്ക് കൊടുത്തു, ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി. 900-ന് കൊടുത്തു. അവർക്കറിയാം ഇത് ഏറ്റവും കൂടുതൽ പരിക്കേൽക്കുക അവർക്കാണെന്ന്. അത് തന്നെ സംഭവിച്ചതും.
മൗദൂദി പത്രത്തിനാണ് ഏറ്റവും കൂടുതൽ പരിക്കേറ്റത്. അതുകൊണ്ടാണ് നമ്മളോട് ദേഷ്യം കൂടാൻ എന്താ കാരണം? ഇപ്പം നമുക്കെതിരെ വല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ മാധ്യമങ്ങളും വല്ലാതെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം അവർക്ക് വലിയ പരിക്ക് സുപ്രഭാതം കൊണ്ട് ഏറ്റിട്ടുണ്ട് എന്നതാണ്. വലിയ പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പത്രം ഇറങ്ങുന്നതിന് മുമ്പേ അവർ ചില തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു. എന്നാൽ വലിയ പത്രങ്ങളുണ്ട്, താപ്പാന പത്രങ്ങളുണ്ടല്ലോ കേരളത്തിൽ, മലയാള മനോരമ, മാതൃഭൂമി, ഇവരിത് വല്ല ഗൗരവമൊന്നും എടുത്തില്ല. കാരണം എന്താ പറയുക, ഗൗരവത്തിൽ എടുക്കാതിരുന്നത് നമ്മളെക്കുറിച്ച് ഒരു മുൻവിധിയുണ്ട്. നമ്മളെക്കുറിച്ച്, നമ്മൾ ഈ തലയെക്കെട്ടും തൊപ്പിയൊക്കെ ഇട്ടുന്നവരെ കുറിച്ച് ഒരു മുൻവിധി സമൂഹത്തിലുണ്ട്. നമ്മുടെ സമൂഹത്തിൽ മുൻവിധിയുണ്ട്. എന്താ? ഇത് സാധുക്കളാ, ഓലല്ലേ പത്രം നടത്തുന്നത്, ഇതൊന്നും മുന്നോട്ടുണ്ടാകാനുള്ള കഴിവ് അവർക്കില്ല, ഒരു പത്രം നടത്താനൊന്നുള്ള കഴിവ് ഈ സാധുക്കൾക്കില്ല എന്ന് തെറ്റുധരിച്ചു പോയി അവർ. അതുകൊണ്ട് തന്നെ അവർ മുന്നോർക്കൊന്നും നടത്തിയില്ല. അങ്ങനെയാണ് നമുക്കും തോന്നുന്നുണ്ടല്ലോ, എനിക്കും ഇങ്ങൾക്കൊക്കെ ഉണ്ടായി അങ്ങനെ ഒരു ധാരണ, നമ്മളൊന്നും നടത്താൻ പറ്റിയവരല്ല. നമുക്കങ്ങനെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു, ഒരു അപകർഷതാബോധം, നമുക്കിതൊന്നും നടത്താനൊന്നും പറ്റിയവരല്ല എന്നൊരു തെറ്റായ ധാരണ ഇവർ പറഞ്ഞ് പ്രചരിപ്പിച്ചു. നമ്മളും അത് വിശ്വസിച്ച് പോയിരുന്നു. കാരണം സുന്നികളെ കുറിച്ച് ഒരു പൊതുവായ ഒരു ധാരണ ഉണ്ട്. അത് സമസ്തക്കാരാണെങ്കിൽ പിന്നെ പൊതുവായ ഒരു ധാരണ, അത് ഒന്നിനും പറ്റാത്തവരാണ്, സാധുക്കളാണ്, പാവങ്ങളാണ്, ഒരു പത്രം ഒന്നും നടത്താൻ അക്കാലൊക്കെ പോയി വണ്ടി അവിടെ നിന്നൊക്കെ വിട്ടുപോയിക്കണ്. ആ തെറ്റായ ധാരണ ഒന്നും വെച്ചു പുലർത്തണ്ട. ഇന്ന് മിടുക്കന്മാരായ പ്രഗത്ഭരായ ഈ മേഖലയിലുള്ള ഉസ്താദുമാർ, അതിമിടുക്കന്മാരായ എത്ര ഉസ്താദുമാരുണ്ട്. ഇപ്പോൾ നമ്മുടെ വയനാടിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ എത്തുന്നേ മനസ്സിലാക്കുന്നത്, ഷുഹൈബുൽ ഹൈത്തമി. ആ ഷുഹൈബുൽ ഹൈത്തമിയൊക്കെ തൊപ്പി ധരിച്ച് നമ്മുടെ ഇസ്ലാമിക വേഷത്തിൽ ആരുടെ മുമ്പിലും എഴുന്നേറ്റ് നിൽക്കാൻ കരുത്തുള്ള വിധത്തിൽ ആയിരക്കണക്കിന് ഷുഹൈബുൽ ഹൈത്തമിമാർ ഇന്ന് ഈ ഉസ്താദുമാരുടെ സമൂഹത്തിലുണ്ട്. നമ്മളെക്കുറിച്ച് ഇവർക്കൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു, ഇത് സാധുക്കളാണ്, ഒരു പത്രം ഒന്നും നടത്താൻ പറ്റാത്തവരാണ് എന്ന് പറഞ്ഞ ധാരണ. അള്ളാഹുവിനെ ഒരുപാട് തവണ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പറയാം, അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് അഭിമാനത്തോടു കൂടിയാണ് നിങ്ങളുടെ സുപ്രഭാതം മുന്നോട്ട് പോകുന്നത്. ആരുടെ മുമ്പിലും സുപ്രഭാതം ചർച്ച ചെയ്യപ്പെടാത്ത ഒരാഴ്ച ഇവിടുത്തെ ചാനലുകളിൽ ഏതെങ്കിലും ചാനൽ ചർച്ച ചെയ്യപ്പെടാത്ത ആഴ്ചകൾ കടന്നു പോയിട്ടുണ്ടോ? ഇപ്പം നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വിഷയം നിമിഷപ്രിയയുടെ വിഷയം. ഇന്ത്യയിൽ ആദ്യം ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് സുപ്രഭാത. ഇന്ത്യയിൽ ആ നിമിഷപ്രിയയുടെ ആ വിഷയം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പത്രം നമ്മുടെ സുപ്രഭാത. പിറ്റേന്നാണ് മറ്റു പത്രങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യമായി ആ കൊലപാതകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്, യമനിൽ നടന്ന ആ കൊലപാതകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നമ്മുടെ ജീസാനിലെ നമ്മുടെ പത്രത്തിൻ്റെ ലേഖന. പിന്നെ ആ മറ്റു പത്രങ്ങളൊക്കെ അറിയുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയ വിഷയം പറഞ്ഞു. കാരണം ഈ സമുദായത്തിൽ പ്രത്യേകിച്ചുകൊണ്ട് സുന്നികളെ കുറിച്ചുകൊണ്ട് ഇവർക്കൊക്കെ ഒരു തെറ്റായ ധാരണ ഉണ്ട്, ഇതൊരു മോശക്കാരാണ്, ഒന്നിനും പറ്റാത്തവരാണ്. അത് നമ്മൾ തിരുത്തി കൊടുക്കുന്ന എല്ലാ മേഖലയിലും സുന്നികളോളം ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത്, ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയേറെ മുന്നേറ്റം നടത്തിയ മറ്റേതൊരു പ്രസ്ഥാനമാണുള്ളത്? വഹാബികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മൗദൂദികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അതാണ് ഇപ്പോൾ ഇവർക്ക് വലിയ ചുരുക്ക്. സുന്നികളുടെ ഈ മുന്നേറ്റത്തെ അവർ ഭയപ്പെടുന്നു. 100ാം വാർഷികം ആഘോഷിക്കാൻ പോവുക, നമ്മൾ നാടാകെ മുഴുവൻ തെരഞ്ഞു, ഒരു സമ്മേളനം നടത്താൻ പറ്റിയ സ്ഥലം ഇവിടെ. ഉസ്താദുമാർ പോകാത്ത സ്ഥലങ്ങളില്ല. ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന, സമ്മേളനം നടത്താൻ പറ്റുന്ന സ്ഥലത്തിന് വേണ്ടി തെണ്ടി നടന്നു. അവസാനം കണ്ടെത്തിയാണ് കാസർഗോഡ് കുണിയ എന്ന് പറയുന്ന സ്ഥലം. കാരണം സമസ്ത അതിൻ്റെ ഉന്നതിയിലേക്ക് ഉദിച്ചുകൊണ്ടിരിക്കുക. നമ്മളോടുള്ള ശത്രുതയുടെ അടിസ്ഥാനം ഇത് തന്നെയാണ്. വഹാബികൾക്കും മൗദൂദികൾക്കുമുള്ള ശത്രുതയുടെ അടിസ്ഥാനം ഇത് തന്നെയാണ്. കാരണം അവരെത്ര കാലമായി പ്രവർത്തിക്കും. നമ്മളെക്കാൾ പഴക്കണ്ട് വഹാബികൾക്ക്, സമസ്തയേക്കാൾ പഴക്കണ്ട് വഹാബികൾക്ക്. വഹാബികൾക്ക് എത്ര വയസ്സിൻ്റെ പ്രായമുണ്ട്? അവർക്ക് 105 വയസ്സിൻ്റെ പ്രായമുണ്ട്. നമുക്കോ 100 വയസ്സിലേക്ക് നമ്മൾ കടക്കുന്നുള്ളൂ. വഹാബികൾ ഇവിടെ നിൽക്കുന്നു. വഹാബികൾ കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ എത്ര ശതമാനം വഹാബികളുണ്ട്? എത്ര ശതമാനം വഹാബികളുണ്ടാവും? ഒരു 3% വഹാബികൾ ഉണ്ടാവില്ല. വഹാബികൾക്ക് എത്ര മദ്രസയുണ്ട്? കേരളത്തിൽ മൊത്തമായി 500-ലധികം മദ്രസ വഹാബികൾക്കില്ല. ഉണ്ടെങ്കിൽ അവർ വെളിപ്പെടുത്തട്ടെ, അതിൻ്റെ ലിസ്റ്റ് പുറത്തു വിടട്ടെ. വഹാബികൾക്ക് 500-ലധികം മദ്രസ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല കേരളത്തിൽ. എന്നാലോ
സമസ്ത കേരളത്തിൽ തന്നെ 10,000 മദ്രസ ഉണ്ട്. ഇപ്പോൾ 15,000 എത്താൻ പോവുക, 12,000 എത്താൻ പോവുകയാണ്. കേരളത്തിൽ മാത്രമായി നമുക്ക് 10,000 മദ്രസകളുണ്ട്. എത്ര ശതമാനം ഉണ്ടാവും? 10,000-ൻ്റെ എത്ര ശതമാനം ഉണ്ടാവും 500 മദ്രസക്കാർക്ക്? നമുക്ക് കൂട്ടാവുന്നുള്ളൂ. കൂടിപ്പോയാൽ 5%, കൂടിപ്പോയാൽ 5%. അതിലപ്പുറം മുജാഹിദില്ല. പഴക്കം എത്ര? നമ്മളെക്കാൾ പഴക്കം. വഹാബി പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ട എത്ര കൊല്ലമായി? സമസ്ത രൂപീകരിക്കപ്പെടുന്നത് പിന്നീടാ. അത്രയേറെ വർഷത്തിൻ്റെ പഴക്കമുള്ള വഹാബി പ്രസ്ഥാനത്തിൽ ഒരു മുന്നേറ്റവും നടത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തേ കഴിയാതെ പോയത്? പിന്നെ ജമാഅത്തെ ഇസ്ലാമി. ഈ വിവാദങ്ങളുടെ ഒക്കെ പിന്നിൽ അടിസ്ഥാന കാരണം എന്താ അറിയോ? ഇവരാ കളിക്കുന്നത്. വഹാബികളും മൗദൂദികളുമാണ് കളിക്കുന്നത്. വഹാബി ജമാഅത്തെ ഇസ്ലാമി എത്ര ശതമാനമുണ്ട് കേരള മുസ്ലിങ്ങൾക്കിടയിൽ? 1% കേരള മുസ്ലിങ്ങൾക്കിടയിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടോ? അവർക്ക് എത്ര മദ്രസ? അവരൊന്ന് ലിസ്റ്റ് പുറത്തുവിടട്ടെ. ജമാഅത്തെ ഇസ്ലാമിക്കാർ കേരളത്തിൽ അവരുടെ മദ്രസയുടെ എണ്ണം 200-ൽ താഴെ മദ്രസയെ ജമാഅത്തെ ഇസ്ലാമിക്കുള്ളൂ. കേരളം മൊത്തമായിക്കൊണ്ട് 200-ൽ താഴെ മദ്രസ. ഞാനിത് പറയുന്നത് കാനേഷുമാരി കണക്ക് പ്രകാരം, സെൻസസ് പ്രകാരം എത്ര ഇപ്പം നമുക്ക് കണക്കൂട്ട് അങ്ങനെ ഒരു കണക്കില്ല. സുന്നി എത്ര, മുജാഹിദ് എത്ര, ജമാഅത്ത് എത്ര എന്ന് മുസ്ലിങ്ങളുടെ കണക്കേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഏകദേശം ഇത് വെച്ചുകൊണ്ട് കൂട്ടാം. ജമാഅത്തെ ഇസ്ലാമിക്ക് 200-ലധികം മദ്രസയുടെ എണ്ണം പുറത്തുവിടാൻ അവർ തയ്യാറാകുമോ? കഴിയില്ല. എന്തേ കഴിയാത്തത്? പ്ലാറ്റ്ഫോമിക്ക് കടക്കാമെന്ന് നമ്മൾ വെച്ചില്ല. ആരാണ്? ഈ ഇരിക്കുന്ന ഉസ്താദുമാർ, നിങ്ങളിരിക്കുന്ന ഉസ്താദുമാർ. പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? നമ്മുടെ തറ ഭദ്രമാണ്, നമ്മളുടെ തറ പ്രമാണബദ്ധമാണ്. പ്രമാണബദ്ധമായ ആ കാര്യങ്ങൾ പറയുമ്പോൾ വഹാബിയും മൗദൂദിയും തോറ്റുപോവുക. എത്ര സംവാദം നടന്നു മുജാഹിദുകളുമായിട്ട്? എത്ര മുന്നേറ്റം അവർക്ക് നടത്താൻ കഴിഞ്ഞു? എല്ലായിടത്തും 8-ൽ പൊട്ടി പാളീസായതാ. മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. നമുക്കൊരിക്കലും തോൽക്കേണ്ടി വന്നില്ല. എന്താ? ഈ തറ ഭദ്രമാണ്. ഈ തറ ഭദ്രമാണ്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ തറ ഭദ്രമാണ്. അത് പൊളിക്കാൻ കഴിയില്ല അവർക്ക്. അത് ഖിയാമത്ത് നാൾ വരെ ശ്രമിച്ചാലും പൊളിക്കാൻ കഴിയില്ല മുജാഹിദിനും ജമാഅത്തിനും. അപ്പം അവർ ചില തന്ത്രങ്ങൾ ഇപ്പോൾ പ്രയോഗിക്കുന്നുണ്ട്. നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാനുള്ള കുരുട്ടു ബുദ്ധി അവർ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. വഹാബികളും മൗദൂദികളെയും ഈ കളികൾ നമ്മൾ തിരിച്ചറിയണം. അവർക്കതാ സുപ്രഭാതത്തിനെതിരെ ഇപ്പോൾ ക്യാമ്പയിൻ നടക്കുക. എതിരെ ക്യാമ്പയിൻ. വേറെ ഏതെങ്കിലും മുസ്ലിം പത്രത്തിനെതിരെ ക്യാമ്പയിൻ നടന്നായിരിക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? മാധ്യമം അവിടെ നടത്തുന്നില്ലേ? അതിൻ്റെ ക്യാമ്പയിൻ ഉണ്ടോ? ഇല്ല, ഒരു പത്രത്തിനും ഇതില്ല. ഇതിൻ്റെ താല്പര്യത സുന്നത്ത് ജമാഅത്തിൻ്റെ മുന്നേറ്റം തകർക്കപ്പെടണം, സമസ്തയുടെ മുന്നേറ്റം തകർക്കപ്പെടണം. അതിനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. പ്രത്യേകിച്ച് സമസ്തയുടെ സമ്മേളനം വരിക. കഴിഞ്ഞ പ്രാവശ്യത്തതിനേക്കാൾ കോപ്പി ഈ പ്രാവശ്യം ഉണ്ടാക്കണം. കാസർഗോഡ് ഇതുപോലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. 600 ആളുകളോളം വലിയ മീറ്റിംഗ്. അതിൽ ഈ ചർച്ച വന്നു. ആ ചർച്ചയിൽ അവരെടുത്ത തീരുമാനം സുപ്രഭാതത്തിൻ്റെ വരിക്കാരുടെ എണ്ണത്തിൽ 100% വർധനവാണ്. അവർ തീരുമാനമെടുത്ത് 100% വർധനവ്. എന്നാൽ സുപ്രഭാതത്തിൻ്റെ ബോർഡ് യോഗം കൂടി തീരുമാനമെടുത്തത് നമ്മൾ മറ്റ് ജില്ലകളിൽ, കാസർഗോഡ് ഒഴിച്ച് മറ്റ് ജില്ലകളിൽ 20% വർധനമുണ്ടാവണമെന്നാണ്. 20%. കഴിഞ്ഞ കൊല്ലം വർധനമുണ്ടായിട്ടുണ്ട്, തൊട്ട് മുമ്പത്തെ കൊല്ലം വർധനമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ ചുരുക്കുക. അപ്പോൾ നമ്മൾ പരമാവധി വരിക്കാരെ ചേർക്കാനുള്ള സംവിധാനം നമ്മളിവിടെ ഉണ്ടാക്കണം. അൽഹംദുലില്ലാഹ് അവിടെ തുടക്കം കുറിച്ചു. നമ്മുടെ മൊയ്തീൻകുട്ടി സാഹിബ് എന്നെ ചേർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, നമ്മുടെ ട്രഷറർ, സുപ്രഭാതത്തിൻ്റെ ട്രഷറർ, അതിൻ്റെ ഉദ്ഘാടന കർമ്മം നമ്മുടെ ജില്ലയിൽ നിർവഹിക്കപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഒരു 20% കൂപ്യം ഉണ്ടാകണം. പിന്നെ അതിൻ്റെ നോംസും കണ്ടീഷൻസും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടത്തിയ അതേപോലെ തന്നെ, മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് ഞാനിത് ഇവിടെ പറയുന്നില്ല, വായിക്കാൻ സമയമല്ല. അതുകൊണ്ട് തന്നെ ചുരുക്കുകയാണ്. അതായത് ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ PDF കോപ്പി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളെ എല്ലാവരുടെയും നിങ്ങളുടെ ഫോണിലേക്ക് അതിൻ്റെ PDF കോപ്പി നിങ്ങൾക്ക് ലഭ്യമാകും. അത് വെച്ചുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ മതി. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ കണ്ടീഷൻ, അതായത് 2500 നമ്മുടെ വരിക്കാരുടെ സംഖ്യ. 2500. ഞാൻ ചുരുക്കുകയാണ്, സാലിം പൈസ കാത്തിരിക്കുക. അപ്പോൾ 2500 വരിക്കാരെ, 2500 വരിസംഖ്യ. കഴിഞ്ഞ പ്രാവശ്യമുള്ള അതേ സമ്മാനമൊക്കെ ഉണ്ട്, വേറെ മാറ്റമൊന്നുമില്ല. അതിൻ്റെ PDF ഫയൽ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ലഭ്യമാക്കാൻ ഇവിടെ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വായിച്ച് സമയം കളയുന്നില്ല, മറ്റ് അജണ്ടകളിലേക്ക് നമുക്ക് പോകേണ്ടതുള്ളതുകൊണ്ട്. അപ്പോൾ വരിക്കാരെ സ്കൂളുകളിൽ പരമാവധി പത്രം എത്തിക്കണം. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പത്രം സ്കൂളുകളിൽ എത്തുന്ന പത്രം സുപ്രഭാതമാണ്.
അത്ര കോപ്പികൾ മറ്റൊരു പത്രത്തിനും പോകുന്നില്ല. ഏകദേശം 3000-നടുത്ത് സ്കൂളിൽ നമ്മുടെ പത്രം പോകുന്നുണ്ട്. ഈ പ്രാവശ്യം സ്നേഹപൂർവ്വം സുപ്രഭാതം നടക്കണം. അതുപോലെ തന്നെ കടകളിൽ, അതുപോലെ പൊതുസ്ഥാപനങ്ങളിലൊക്കെ നമ്മുടെ പത്രം എത്തിക്കുക. അതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. കണ്ടീഷൻസൊക്കെ, വ്യവസ്ഥകളൊക്കെ പറയുന്നുണ്ട്. 2500 റുപ്യയാണ് വാർഷിക വരിസംഖ്യ. അതിൻ്റെ മറ്റ് നിബന്ധനകളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ കൈപ്പറ്റിയിട്ട് ഈ പരിപാടി വമ്പനൊരു വിജയമാക്കണം.